കവിയും ഗാനരചയിതാവുമായ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ വേറിട്ട വ്യക്തിത്വവുമായിരുന്ന PT അബ്ദുൾ റഹ്മാന്റെ സ്മരണയ്ക്കായി വടകര എഫാസ് ഏർപ്പെടുത്തിയ PT സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് മഥനൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാജേന്ദ്രൻ എടത്തുംകര, R ബാലറാം, സുരേഷ് ബാബു, ശ്രീസ്ത എന്നിവർ അടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഈ മാസം 22-ന് വൈകിട്ട് 6 മണിക്ക് മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടക്കുന്ന PT അനുസ്മരണത്തിൽ ഡോക്ടർ മെഹ്റൂഫ് രാജ് അവാർഡ് സമർപ്പിക്കും. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞൊരു അരനൂറ്റാണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എഫാസ് എക്സൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ PT അബ്ദുൾ റഹ്മാൻ പുരസ്കാരം കഴിഞ്ഞ 5 വർഷമായി ഇപ്പോൾ 6ാമത്തെ വർഷമാണ് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലയിലെ കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി പുരസ്കാരം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു പുരസ്കാര സമിതി എല്ലാ വർഷവും രൂപീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ പുരസ്കാരം നിർണയ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള രാജേന്ദ്രൻ എടത്തുംകര, R ബൽറാം, സുരേഷ് ബാബു, ശ്രീസ്ത ഇവർ ചേർന്നിട്ടുള്ള അവാർഡ് നിർണയ സമിതിയാണ് പ്രശസ്ത നാടക സിനിമ മേഖലയിലെ നിരവധി കാലത്തെ അനുഭവവും പങ്കാളിത്തവുമുള്ള നിലമ്പൂർ ആയിഷയ്ക്ക് ഈ പ്രാവശ്യത്തെ PT പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. PT അവാർഡ് ദാനം ഈ വരുന്ന ഫെബ്രുവരി മാസം 22-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് ഡോക്ടർ മെഹ്റൂഫ് രാജ് നിർവഹിക്കും. വടകരയിലെ മാപ്പിളപ്പാട്ട് രംഗത്തും സിനിമ രംഗത്തുമൊക്കെ തന്നെ ഏറെക്കാലം നിറഞ്ഞു നിന്നിരുന്ന കവിയും എഴുത്തുകാരനും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള PTയെ സ്മരിച്ചുകൊണ്ട് എഫാസ് ഈ ദൗത്യം തുടരുകയാണ്. തുടർന്നങ്ങോട്ടും ഈ അവാർഡ് നിർണയവും പ്രഖ്യാപനവും തുറന്നു കൊണ്ടുപോകാൻ. വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ R ബാലറാം, സുരേഷ് ബാബു, ശ്രീസ്ത, എഫാസ് ഭാരവാഹികളായ PK കൃഷ്ണദാസ്, ഡോക്ടർ N മോഹനൻ, VT സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു.